ഓക്കെ, ഇപ്പൊ മനസ്സിലായൊരു കാര്യം, ഈ 300 നദിയും കാവേരി ഗംഗ അടക്കമുള്ള 300 നദിയും അവസാനം ഒഴുകി എത്തുന്നത് ഞങ്ങൾ അറബിക്കടലില്ല. അറബിക്കടൽ ഞങ്ങൾ ഇനി എടുക്കുക അല്ല, പിന്നെ ആർക്കും ദ്രോഹമില്ലാതെ ചപ്പും ചവറും അതും ഇതുമൊക്കെ ഒഴുകി പോകുന്ന നദിയിൽ വരെ വർഗീയത. ഇക്കായുടെ വീഡിയോ ഇപ്പം എനിക്കൊരാൾ അയച്ചു തന്നപ്പോൾ ഇപ്പോൾ തന്നെ അതിന് മറുപടി ഇട്ടാക്കാം എന്ന് വിചാരിച്ചു. ഇക്ക പറയുന്നത് പോലെ അത് അറബിക്കടലല്ല, സിന്ധു സാഗരം. പിന്നീട് ബ്രിട്ടീഷുകാരാണ് അതിൻ്റെ പേര് അറേബ്യൻ സീ എന്നാക്കി മാറ്റിയത്. അതും അറബിക്കടലല്ല, അറേബ്യൻ സീ. അതുപോലെ തന്നെ ഹിന്ദു മഹാസാഗരമായിരുന്നു ഇപ്പോഴത്തെ മഹാസമുദ്രം. ഇതുപോലെ തീരെ നമ്മുടെ സ്വന്തം, താങ്കൾ ഇന്ത്യയിലാണെന്ന് വിചാരിക്കുന്നു, കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണെന്ന് വിചാരിക്കുന്നു, അത് വേറെ രാജ്യമല്ലല്ലോ. അപ്പോൾ താമസിക്കുന്ന രാജ്യത്തിൻ്റെ ഹിസ്റ്ററി ഇതുപോലെ ആർക്കും അറിയത്തില്ല, അല്ലെങ്കിൽ ഒരു 80% ആൾക്കാർക്ക് അറിയത്തില്ല എന്നുള്ളതാണ് താങ്കളുടെ വീഡിയോയുടെ അടിയിൽ വന്ന കമൻസ് ഞാൻ വായിച്ചപ്പോൾ കണ്ടത്. താങ്കളെപ്പോലുള്ളവർക്ക് വേണ്ടിയാണ് 2 ലൈൻ വെച്ച് ഞാൻ ഓരോ വീഡിയോ ഇടുന്നത്. കാരണം ഹിസ്റ്ററി ഫുള്ളായിട്ട് ലോങ് ഇതിൽ പോയാൽ കുറച്ച് പേര് പറയും കുത്തിയിരുന്ന് വായിക്കാൻ വയ്യ, ഹിസ്റ്ററി അല്ലേ, ബോറടിക്കും എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് വെറും 2 ലൈൻസിൽ ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്ന കാര്യം അതൊന്ന് ഗൂഗിളിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പൊട്ടത്തരം വിളിച്ച് പറയാൻ ഇടയാകത്തില്ലായിരുന്നു. പിന്നെ ഒരു കാര്യം, അറബി എന്ന് പറയുമ്പോൾ താങ്കൾ എന്തിനാണ് കുതിക്കുന്നത്? താങ്കൾ അറബിയാണോ? അറബികൾ ഇന്ത്യൻ മുസ്ലിംസിനെ അറബികളായിട്ട് കണക്കാക്കുന്നില്ല. ഈയിടെ ഞാനൊരു ന്യൂസ് വായിച്ചു, സൗദി അറേബ്യയിലാണെന്ന് തോന്നുന്നു, ലോക്കൽസ് അല്ലാതെ അവരുടെ ഡ്രസ്സ് പോലും ഇടരുതെന്ന് റൂൾസ് വന്നിട്ടുണ്ട്. സോ താങ്കൾ അറബിയെന്ന് കണ്ടുകൊണ്ട് താങ്കൾ കുതിക്കേണ്ട ഒരാവശ്യവും ഇല്ല. അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഞാൻ പറഞ്ഞത്. അവിടെ താങ്കൾ വർഗീയത എന്ന് പറഞ്ഞു, ഞാൻ ആ വാക്ക് ഉച്ചരിച്ചിട്ടില്ല. എപ്പോഴും ഹിന്ദുത്വത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയുടെ ഹിസ്റ്ററി പറയുമ്പോഴോ വർഗീയത എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? രാജ്യത്തിൻ്റെ ഹിസ്റ്ററി പറയുന്നത് വർഗീയതയാണോ? നമ്മൾ എപ്പോഴും 1 തൊട്ട് തുടങ്ങിയാലേ 100-ൽ വരാൻ പറ്റുകയുള്ളൂ. താങ്കൾ തന്നെ താങ്കളുടെ 4 തലമുറ പുറകോട്ട് നോക്കിയാൽ അറിയാം ആരായിരുന്നു താങ്കളുടെ അച്ഛൻ എന്ന്. അത് ചിലപ്പോൾ സനാതനധർമ്മത്തിൽപ്പെട്ട ആളായിരിക്കാം, ചിലപ്പോൾ വേറെ വല്ലവരും ആയിരിക്കാം. ഇന്ത്യയിൽ വന്ന പലരും ജാതി മാറ്റപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ വർഗീയത പറഞ്ഞിട്ടില്ല. ഞാൻ അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തിൻ്റെ ഹിസ്റ്ററിയാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ നദികളുടെയും മോണുമെൻറ്റ്സിൻ്റെയും റോഡുകളുടെയും സ്ഥലങ്ങളുടെയും ഒക്കെ ഇഷ്ടം പോലെ പേര് വന്നവർ മാറ്റിയിട്ടുണ്ട്. അതറിയണമെങ്കിൽ പറയുക, ഞാൻ ഇനിയും അതുപോലുള്ള വീഡിയോകളിടാം. സോ താങ്കൾ പറഞ്ഞ പോലെ ആരോ ഏതോ ചുറ്റിയടിക്കാൻ പറഞ്ഞില്ലേ, സുമേഷോ, ആ പുള്ളിയെ വിളിച്ചൊന്ന് അടിച്ചേരും. നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിൽ പോളൂ. ഫസ്റ്റ് സെക്കൻഡ്